നമസ്കാരം. ഷിബി ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് BA BSc തേർഡ് സെമസ്റ്ററിന്റെ ഭാഷാബോധവും സർഗാത്മകത എന്ന പുസ്തകത്തിലെ M. തോമസ് മാത്യുവിന്റെ സർഗാത്മകത എന്ന ലേഖനത്തിന്റെ ലേഖന പരമ്പരയുടെ 4ാം ഭാഗമായ കാവ്യ പ്രചോദനത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. പ്രചോദനം എന്ന പദം ലത്തീൻ ഭാഷയിലെ ഇൻസ്പയർ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ലാറ്റിനിൽ ഇതിന്റെ അർത്ഥം ബ്രീത്ത് ഇൻ ബ്രീത്ത് അപ്പോൺ എന്നെല്ലാമാണ്. വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കാവ്യ പ്രചോദനത്തിന്റെ ആശയം ഉരുത്തിരിഞ്ഞ് വന്നത്. ബൈബിളിലെ ഗ്രന്ഥങ്ങൾ ആരാണ് എഴുതിയത്? അതൊരു ചോദ്യമാണ്. അതിന്റെ ഉത്തരവും ലേഖനകർത്താവ് തന്നെ പറയുന്നു. മനുഷ്യർ എഴുതിയതാണെങ്കിൽ ഇന്ന് അതിന് കൽപ്പിക്കുന്ന ദൈവീകതയ്ക്ക് എന്താണ് അർത്ഥം? പിന്നെ ദൈവം എഴുതിയതാണോ എന്നൊരു ചോദ്യം. മോശയ്ക്ക് നൽകപ്പെട്ട 10 കൽപ്പനകൾ ദൈവം പറഞ്ഞു കൊടുത്ത് മോശയെ കൊണ്ട് എഴുതിച്ചതല്ല, മറിച്ച് ദൈവം തന്നെ കൽപ്പലകകൾ എഴുതി മോശയെ ഭരമേൽപ്പിച്ചതാണ്. എന്നാൽ ബൈബിളിലെ എല്ലാ ഭാഗങ്ങളും ദൈവം എഴുതി കൊടുത്തതല്ല. മനുഷ്യൻ സ്വന്തം ബുദ്ധിയും സങ്കല്പശേഷിയും ഉൾക്കൊണ്ട് എഴുതിയതാണോ അത്? ഇപ്പൊ ലോകവന്ധ്യരായ ഒരുപാട് നേതാക്കന്മാർ, ഗുരുക്കന്മാർ എഴുതിയിട്ടുള്ള ആശയങ്ങളുണ്ട് ഭൂമിയിൽ. അക്കൂട്ടത്തിൽ മറ്റൊന്ന്, ഒരുപക്ഷെ മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന്, ഇങ്ങനെയുള്ള ഒരു സ്ഥാനം നമുക്ക് നൽകാൻ കഴിയുമോ? അപ്പൊ ബൈബിളിലെ ഗ്രന്ഥങ്ങളുടെ കർത്തൃത്വം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരം തേടുന്ന മനസ്സാണ് പ്രചോദനം എന്ന ആശയത്തിൽ എത്തുന്നത്. അപ്പൊ ബൈബിളിന്റെ പ്രാഥമിക കർത്താവ് അല്ലെങ്കിൽ പ്രൈമറി ഓതർ ദൈവവും മനുഷ്യൻ അതിന്റെ രചനയുടെ ഉപകരണ കർത്താവും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ ഓതറുമായിട്ട് മാറുന്നു. അക്ഷരം പ്രതി വാക്യം പ്രതി ദൈവം പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്തത്, പറഞ്ഞു കൊടുത്ത് എഴുതിക്കുകയല്ലേ ചെയ്തത്. പക്ഷെ ദൈവത്തിന്റെ അംശം ഉള്ളിലുള്ള ശ്രേഷ്ഠരായ മനുഷ്യരുടെ ഉള്ളിൽ ദൈവാത്മാവ് കൊളുത്തുന്ന വെളിച്ചത്തിൽ അവൻ കാണുന്ന കാര്യങ്ങൾ എഴുതുകയാണ് ചെയ്തത്. അപ്പൊ എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാണ് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനവും ഇത് തന്നെയാണ്. പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് ദൈവം ഉള്ളിൽ തോന്നിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നു, എഴുതുന്നു. ഇത് തന്നെയാണ് പ്രചോദനം. അപ്പൊ കാവ്യ പ്രചോദനത്തെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ സാഹിത്യം മുതിരുന്നില്ല. എങ്കിലും ഈ ആശയത്തിന്റെ ചില ഛായകൾ പലയിടത്തും കാണാം. കവിയെ ആവേശിക്കുന്ന കാവ്യദേവതയാണ് കാവ്യ രചിക്കുന്നതെന്ന് വരെ പ്ലേറ്റോ പറയുന്നുണ്ട്. അപ്പൊ ആ നിലപാട് മറ്റുള്ള സൈദ്ധാന്തികന്മാർ അംഗീകരിച്ചിട്ടില്ല. മനുഷ്യ സാധാരണമല്ലാത്ത ഏതോ ദിവ്യതയുടെ സ്പർശം കവികൾക്കുണ്ടെന്നും ആ ദിവ്യത ഉത്തേജിപ്പിക്കുമ്പോഴാണ് കാവ്യരചന നടക്കുന്നതെന്നുമാണ് മറ്റു കവികൾ പറയുന്നത്. അപ്പോൾ ഈ വിവരണത്തോട് ചേരുന്ന മറ്റൊന്ന് നമ്മുടെ കാവ്യ പാരമ്പര്യത്തിൽ കാണുന്നില്ല. അതായത് പൗരസ്ത്യ പാരമ്പര്യത്തിൽ, ഭാരതീയ പാരമ്പര്യത്തിൽ കാണുന്നില്ല. അപ്പൊ നമ്മുടെ ആചാര്യന്മാരായ ആലങ്കാരികന്മാരൊന്നും ഈ വിഷയം കാവ്യശിക്ഷയുടെ പരിഗണനയിൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു ആശയം അല്ലെങ്കിൽ കാവ്യപ്രചോദനം ദൈവികമാണെന്ന ഒരു ആശയം നമ്മുടെ മനസ്സിന് അന്യമല്ല. വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ അപൗരുഷേയങ്ങളാണ്, പുരുഷന്മാരാൽ നിർമ്മിതമല്ല. ഋഷികൾ സൃഷ്ടാക്കളുമല്ല, അവർ ദ്രഷ്ടാക്കളാണ്. അവർ കണ്ട കാര്യങ്ങൾ ഏതോ ശക്തിയുടെ വെളിച്ചത്തിൽ അവരെ എഴുതുകയാണ്. മന്ത്രദ്രഷ്ടാക്കൾ അവയുടെ കർത്താക്കളല്ല. മന്ത്രങ്ങൾ എഴുതിയവരാരും അവയുടെ എഴുത്തുകാരല്ല. പാശ്ചാത്യ വേദശാസ്ത്രജ്ഞന്മാരുടെ ഉപകരണ കർത്തൃത്വം എന്ന ശാസ്ത്രത്തിൽ പറയുന്നുണ്ടല്ലോ, ഉപകരണ കർത്താവ് ആണ് മനുഷ്യൻ എന്ന് പറയുന്നു. ആ ഒരു ഉപകരണ കർത്തൃത്വം വേദശാസ്ത്രങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാം. കാവ്യരചനയിൽ ഏർപ്പെടാൻ പോകുന്ന കവി തന്റെ പരിശ്രമം തീരുന്നത് വരെ വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം തുടങ്ങാനെന്നൊരു നിയമം ഭാരതത്തിലുണ്ട്. അതുപോലെ എല്ലാ കർമ്മങ്ങളും ആരംഭിക്കുമ്പോൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അതെല്ലാം ഈശ്വര വിശ്വാസമുള്ള എല്ലാ സമൂഹങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം പ്രചോദനം എന്ന സങ്കല്പത്തിൽ കൊണ്ടുവന്ന് ബന്ധിപ്പിക്കുന്നത് ഉചിതവുമല്ല. എല്ലാ കർമ്മങ്ങളും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വര അനുഗ്രഹം കൊണ്ടേ അവസാനം വരെ എത്തും. അപ്പൊ നാടകത്തിലെ നാന്ദി എന്ന് പറയുന്നത് നാടകരൂപ ചർച്ചയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിലും അതിനെ പ്രചോദനത്തോട് ബന്ധിപ്പിക്കാൻ പ്രയാസം തന്നെയാണ്. കവി സ്വന്തം പാണ്ഡിത്യം കൊണ്ടും മിടുക്കുകൊണ്ടുമാണ് കാവ്യരചന സാധിക്കുന്നത് എന്ന വിചാരം ഭാരതീയ മനസ്സിന് ഹിതകരവുമല്ല. പ്രതിഭയുടെ സന്താനമാണ് കലാസൃഷ്ടികളെല്ലാം തന്നെ. കിണഞ്ഞു പരിശ്രമിച്ചാൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ പ്രതിഭ എന്ന് നാം വിചാരിക്കുന്നില്ല. അധ്വാനം കൊണ്ട് നമുക്ക് പാണ്ഡിത്യം നേടാൻ കഴിയും. പക്ഷേ മന്ദനായി പിറക്കാത്തവർക്കൊക്കെ വേണമെന്ന് വെച്ചാൽ അറിവിന്റെ അങ്ങേയറ്റം വരെ സഞ്ചരിക്കാൻ കഴിയും. കവിയാകണമെങ്കിൽ ജന്മസിദ്ധമായ കഴിവ് വേണം, പ്രതിഭ വേണം. ആനന്ദവർദ്ധനൻ ധന്യലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിൽപ്പത്തി ഇല്ലെങ്കിലുള്ള ദോഷങ്ങൾ മറച്ചു പിടിക്കാൻ ശക്തിയും പ്രതിഭയും മതി. എന്നാൽ ശക്തി ഇല്ലായ്കയിൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ പെട്ടെന്ന് തന്നെ കാണപ്പെടുന്നു എന്ന് പറയുന്നു.
പ്രതിഭ നേടുന്നതല്ല, ലഭിക്കുന്നതാണ്. അത് ആർക്ക് എങ്ങനെ ലഭിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇല്ല. അപ്പൊ ഇതിനോട് ഒരു ഉദാഹരണമായിട്ട് പറയുന്ന കാളിദാസനെ കുറിച്ച് പറയുന്ന കഥയാണ്. അദ്ദേഹം ആദ്യകാലത്ത് വളരെ ബുദ്ധിമാന്യമുള്ള ഒരു കുട്ടിയായിരുന്നുവെന്നും മന്ദനായിരുന്നുവെന്നും മരക്കൊമ്പിൽ താനിരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുന്നവനായിരുന്നു എന്നുമാണ് പറയുന്നത്. ഇത് കണ്ട് അലിവ് തോന്നിയ ഒരു സന്യാസി അവനെ താഴെ ഇറക്കി, മരത്തിൽ നിന്ന് താഴെ ഇറക്കി അടുത്തുള്ള കാളീക്ഷേത്രത്തിൽ പോയി ഭജനം ഇരുന്ന് ബുദ്ധിമാനാകാൻ പറഞ്ഞുവെന്നും അവിടെ ചെന്നിരുന്ന് ഭജനം ഇരുന്ന കാളിദാസന് മുന്നിൽ കാളി പ്രത്യക്ഷപ്പെട്ട് അയാളുടെ നാവിൽ അക്ഷരം എഴുതി കൊടുത്തതിന് ശേഷമാണ് ഇന്ത്യ ലോകം മുഴുവൻ എടുത്തു കാണിക്കുന്ന കാളിദാസൻ എന്ന കവിപ്രതിഭ ഉണ്ടായതെന്നുമാണ് പറയുന്നത്. എന്തായാലും കവിത്വം ഐശ്വര്യമുള്ള ദൈവം നൽകുന്ന ഒരു വരദാനമാണ് എന്നുള്ള സിദ്ധാന്തത്തിന് അടിസ്ഥാനമിടുന്നതാണ് ഇത്തരത്തിലുള്ള കഥകൾ. ഇപ്പൊ ജന്മസിദ്ധമായ പ്രതിഭ ഉത്തേജിതമാവുകയും സൃഷ്ടിക്ക് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ബലിദർശനം എഴുതുമ്പോൾ ആ പേന പിടിച്ച കൈ തൻ്റേതല്ല ഇരുന്നു എന്ന് തനിക്ക് തോന്നി എന്നാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി പറയുന്നത്. അപ്പൊ സൃഷ്ടിയുടെ വേദന കലർന്ന സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് ഇത് വെറുതെ പറയുകയാണെന്ന് തോന്നും. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, എഴുതി തീർത്തിട്ട് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ഇത് താൻ തന്നെയാണോ എഴുതിയെന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ എന്തോ ഒരു അത്ഭുത വിശേഷം പ്രചോദനത്തിന് പിന്നിൽ ഉണ്ട്. അപ്പോൾ ഉണ്ടാവുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അനുഭവിക്കാത്ത ഒരു സാഹിത്യകാരനും ഉണ്ടാവില്ല. കടിഞ്ഞാൻ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു, ആരോ തെളിക്കുന്ന വഴിയെ താൻ പോകുന്നു എന്ന തോന്നലിൽ സൃഷ്ടികർമ്മത്തിന്റെ പുരോഗതി സാധ്യമാകുന്നു. അപ്പൊ തന്നെ പ്രലോഭിപ്പിച്ചിട്ട് മറഞ്ഞ ഒരു കാഴ്ച രചനാവേളയിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയും അത് കാണുന്നതിലെ സന്തോഷം കവി അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു ഉന്മാദത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. ആ മാനസികാവസ്ഥ മാറിയിട്ട് ഒരു സാധാരണ നിലയിലെത്തുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കവിക്ക് അറിയാൻ കഴിയില്ല. അതിനു മുമ്പ് അത് കടലാസിലേക്ക് പകർത്തപ്പെട്ടിരിക്കും. പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അദ്ദേഹത്തിന് അറിയുകയുമില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാവ്യ പ്രചോദനങ്ങളെ കുറിച്ചാണ് ലേഖനത്തിൽ വിവരിക്കുന്നത്. പാഠഭാഗം വായിക്കുക, ആവശ്യമുള്ള ഭാഗങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.